പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണിനും മനസ്സിനും ആനന്ദമേകുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കാഴ്ചയിലേക്ക് പോകാം. ഇസ്രയേലിലെ ഹൈഫയ്ക്കടുത്തുള്ള ഒരു പ്രദേശമാണ് കിര്യത്യാം. കിര്യത്യാം എന്ന വാക്കിൻ്റെ അർത്ഥം സീ ടൗൺ എന്നാണ്. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തീരപ്രദേശമാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ പട്ടണത്തിന് സീ ടൗൺ അല്ലെങ്കിൽ കിര്യത്യാം എന്ന് പേര് പറയാൻ കാരണം. ഇത് ഹൈഫയിൽ നിന്ന് 10-12 കിലോമീറ്ററുകൾ മാത്രമേ ദൂരമുള്ളൂ. ബിബ്ലിക്കലി ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുവാനായിട്ടില്ല. എങ്കിലും ഈ കിര്യത്യാമിൻ്റെ പഴയ പേര് സെബുലൂൻ എന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഹൈഫയുടെ പഴയ പേര് കനാൻ എന്നായിരുന്നു. അപ്പോൾ ഈ രണ്ട് പേരുകളും ബൈബിളിൽ വളരെ പ്രാധാന്യത നൽകുന്നത് തന്നെയാണ്. ഇവിടെ മനോഹരമായ ഒരു ബീച്ചുണ്ട്. നമ്മൾക്ക് ആ ബീച്ചിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആ ബീച്ചിൻ്റെ പേര്, ആ ബീച്ച് അറിയപ്പെടുന്നത് മെർമെയ്ഡ് ബീച്ച് എന്നാണ്. ഇങ്ങനെ ഒരു പേര് ഇതിന് വരാൻ കാരണം ഈ ബീച്ചിൽ മെർമെയ്ഡ്, അതായത് മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 8-9 വർഷങ്ങൾക്ക് മുമ്പും അങ്ങനെ ഇവിടെ മെർമെയ്ഡിനെ കണ്ടു, മത്സ്യകന്യയെ കണ്ടു എന്ന് ഈ ദേശവാസികൾ അവകാശപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ബീച്ചിന് മെർമെയ്ഡ് ബീച്ച് എന്ന് പേര് വരാൻ കാരണം. ഇത് ഏത് പ്രായക്കാർക്കും എൻജോയ് ചെയ്യത്തക്ക വിധത്തിലാണ് ഈ ബീച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കൺട്രോൾ റൂമുണ്ട്. കാരണം ഇത് കടലിലിറങ്ങി ആൾക്കാർ കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരെയൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി കൺട്രോൾ റൂം സജ്ജമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ സമീപത്ത് റെസ്റ്റോറൻറ്റുകളുണ്ട്. ആൾക്കാർക്ക് ഇരിക്കുവാനും റെസ്റ്റിംഗ് പ്ലേസുകളുണ്ട്. ഭക്ഷണത്തിനുള്ള ഭക്ഷണശാലകൾ സജീവമാണ്. അതുപോലെ തന്നെ കുളിച്ചിട്ട് കടലിലിറങ്ങിയവർക്ക് കുളിക്കുവാൻ ഫ്രഷാകാൻ വേണ്ടി ശുദ്ധജലം ഉള്ള അതിൻ്റെ സപ്ലൈ ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച്ഡാണ്. അതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഈ സീ ഷോറിലിരുന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സീ ഷോറാണിത്. ഈ ബിബ്ലിക്കലി ഈ സ്ഥലത്തിന് പ്രത്യേകത ഇല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഈ കടലിൽ പല സംഭവങ്ങളും നടന്നതായിട്ട് നമ്മൾക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. അത് കിര്യത്യാമിലാണ് സംഭവിച്ചതെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. എങ്കിലും ഈ കടലിൻ്റെ പേര് പലതവണ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോനായെ വലിയൊരു മത്സ്യം വിഴുങ്ങിയതായിട്ട് നമ്മൾക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അത് മെഡിറ്ററേനിയൻ കടലിനകത്തായിരുന്നു ആ സംഭവം നടന്നത്. അതുപോലെ പൗലോസിൻ്റെയൊക്കെ കപ്പൽ യാത്രകൾ, മെലിത്ത ദ്വീപിലേക്കുള്ള യാത്രയൊക്കെ ഈ കടലിൽ കൂടിയായിരുന്നു. അങ്ങനെ ബൈബിളിലെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം നിന്നിട്ടുള്ള ഒരു കടലാണ് മെഡിറ്ററേനിയൻ കടൽ. കർമ്മേൽ പർവ്വത നിരകളുടെ താഴ്വാരത്തിലുള്ള പട്ടണങ്ങളാണ് ഹൈഫയും അതുപോലെ കിര്യത്യാമും. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. അപ്പോൾ കർമ്മേലിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള സ്ഥലമാണ് ഈ കർമ്മേലിൻ്റെ ഈ പ്രാന്തപ്രദേശങ്ങളെല്ലാം തന്നെ. ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. കാരണം ഞാൻ ഇവിടെ കാറ്റും ശബ്ദങ്ങളുമൊക്കെ അധികമുള്ളതുകൊണ്ട് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി ഇനിയും കേൾക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ സൂര്യാസ്തമയം വരെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വളരെ കോസി അറ്റ്മോസ്ഫിയറാണ് ലഭിക്കുന്നത്. നമ്മൾക്ക് ആ കാഴ്ചകൾ കാണാം.
there's no heaven. It's easy if you try. No help belongs above a sunless sky. Imagine all the people living today. Imagine there's no countries. It isn't hard to do. Nothing to fear or nothing. And no religion too. Imagine all the people living life will be. You may say I'm a dreamer, but I'm not the only one. I hope someday you will join us, and the world will be as one. Take me home to that place I belong, West Virginia, Mountain Mama. Take me home, country roads, slow country roads. Take me home to the place I belong, West Virginia, Mountain Mama. Take me home, country roads will take me home. My country roads will take me home. Down country roads. ഓ എന്നേശുവേ, ഓ എൻ ജീവനെ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, പാവായെന്നിൽ നിറഞ്ഞിടുവാൻ. ഓ എന്നേശുവേ, ഓ എൻ ജീവനെ, ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ, പാവായെന്നിൽ നിറഞ്ഞിടുവാൻ. നീ വരും നേരമെൻ ജീവിതം സർവവും കനിവേഴും സ്നേഹത്തിൻ നിറവാ
കനിവെഴും സ്നേഹത്തിൻ നിറവായിടും സ്നേഹം ചൊരിഞ്ഞിടാൻ യേശുനാഥാ നീ വന്നു വാണിടാൻ മനസ്സാകുമോ സ്നേഹം ചൊരിഞ്ഞിടാൻ യേശുനാഥാ നീ വന്നു വാണിടാൻ മനസ്സാകുമോ ഓ എന്നേശുവേ ഓ എൻ ജീവനെ ഹായൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവായെന്നിൽ നിറഞ്ഞിടുവാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.